പക്ഷേ ഇത് റിലയബിൾ ആണോ? ഇതിന്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തന്നു, ദോഷങ്ങളും പറഞ്ഞു തരാം. അതിനുശേഷം നിങ്ങൾ വേണം തീരുമാനിക്കാൻ ഇത് വർത്ത് ബൈയിങ് ആണോ അല്ലയോ എന്ന്. ഞാൻ നിഖിൽ വേണുഗോപാൽ. നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് കൂടി തന്നെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ എപ്പോഴൊക്കെ അക്വേറിയം മെയിൻ്റനൻസിനെ കുറിച്ചും ഫിഷ് കീപ്പിങ്ങിനെ കുറിച്ചും എനിക്കറിയുന്ന കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരു പ്ലാന്റ് ടാങ്കിലും നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ബോട്ടത്തിൽ പരന്നു കിടക്കുന്ന കാർപ്പറ്റ് പ്ലാന്റ്സ് ആണ്. നമ്മൾ പലതവണ ശ്രമിച്ച് പരാജയപ്പെട്ട സംഗതിയാണ് കാർപ്പറ്റിംഗ്, അല്ലേ? ആ സമയത്ത് വളരെ ഈസിയായി വളരെ വേഗത്തിൽ റിസൾട്ട് തരുന്ന കാർപ്പറ്റിംഗ് സീഡ്സ്, വിത്തുകൾ നമ്മൾ എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ? കാർപ്പറ്റിംഗ് സീഡ്സ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ കയറി അക്വാട്ടിക് കാർപ്പറ്റ് പ്ലാന്റ് സീഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ കിട്ടും. ലോ ലൈറ്റിലും നോൺ CO2-ലും സർവൈവ് ചെയ്യും എന്ന് പറയുന്നത് ഇതിൻ്റെ വളരെ വലിയ സവിശേഷതയാണ്. അക്വേറിയത്തിൻ്റെ ബോട്ടത്തിൽ കുറച്ച് സോയിലിട്ട് അതിന് മുകളിൽ കുറച്ച് സീഡ്സ് വിതറി ലൈറ്റ് ഓൺ ചെയ്ത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 14-21 ദിവസം കൊണ്ട് ഇത് ഫുൾ കാർപ്പറ്റായിട്ട് തീരും. പക്ഷേ ഇത് റിലയബിൾ ആണോ? ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തന്നു, ദോഷങ്ങളും പറഞ്ഞു തരാം. അതിനുശേഷം നിങ്ങൾ വേണം തീരുമാനിക്കാൻ ഇത് വർത്ത് ബൈയിങ് ആണോ അല്ലയോ എന്ന്. ഇത് അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെ വിത്തല്ല എന്ന് പറയാൻ എൻ്റെ കയ്യിൽ യാതൊരു തെളിവുകളുമില്ല. ഇനി ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. ഇന്ന് വേൾഡ് വൈഡായി അക്വേറിയം കാർപ്പറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അണ്ടർ വാട്ടർ പ്ലാന്റ്സ് ആണ് എലിയോചെറിസ് അസിക്കുലാരിസ് അഥവാ ജാപ്പനീസ് പറൂല ഹെയർ ഗ്രാസ്, മൈക്രാന്തിമം ഉംബ്രോസം അഥവാ മോണ്ടി കാർലോ, ഹെമിയാന്തസ് കാലട്രിക്കോയിഡസ് ക്യൂബ അഥവാ ഡ്വാർഫ് ബേബി ടിയേഴ്സ്, ഗ്ലോസോസ്റ്റിഗ്മ എലാറ്റിനോയിഡസ്, ലിലായിയോപ്സിസ് ബ്രസീലിയൻസിസ്, ഹൈഡ്രോകോട്ടൈൽ സ്പെഷ്യൽ ഹോണ്ട മിനി, മാൾസിലിയ ക്രിനാറ്റ ആൻഡ് യൂട്രിക്കുലാരിയ ഗ്രാംനിഫോലിയ. മുകളിൽ പറഞ്ഞ ചെടികളുടെ എല്ലാം സീഡ്സ് അവൈലബിൾ ആണെങ്കിൽ അവ പിടിപ്പിച്ചെടുക്കുന്നത് ഇത്ര ഈസി ആണെങ്കിൽ എന്തുകൊണ്ടാണ് ലോക പ്രശസ്തരായ അക്വാസ്കേപ്പേഴ്സ് ആരും ഇതുവരെ ഈ സീഡ്സ് ഉപയോഗിക്കാത്തത്? കാരണം ഈ പറഞ്ഞ ചെടികളുടെ ഒന്നും സീഡ്സ് അവൈലബിൾ അല്ല. ഇനി അവൈലബിൾ ആണെങ്കിൽ അത് ജെന്യുയിൻ ആയിരിക്കില്ല. മുകളിൽ പറഞ്ഞ ചെടികളൊക്കെ ഒന്നുകിൽ ടിഷ്യൂ കൾച്ചറിലൂടെയോ അല്ലെങ്കിൽ പറിച്ച് നടുന്നതിലൂടെ ആയിരിക്കും വിപണിയിലേക്ക് എത്തുന്നത്. മോണ്ടി കാർലോ പോലുള്ള ചില ചെടികൾ തണ്ട് കട്ട് ചെയ്ത് വെച്ചാലും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അക്വാട്ടിക് കാർപ്പറ്റ് പ്ലാന്റ് സീഡ് എന്ന പേരിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഈ വിത്തുകൾ വെള്ളത്തിലിട്ടാൽ മുളക്കില്ല, ഫംഗസ് വന്നു പോകും. ഈ വിത്തുകൾ നമ്മൾ ഡ്രൈ സ്റ്റാർട്ട് ചെയ്യണം. അതായത് വെള്ളം നിറയ്ക്കാതെ ഹ്യൂമിഡിറ്റി നിലനിർത്തി ഒരു 21 ദിവസത്തോളം നിർത്തിയതിന് ശേഷം മാത്രമേ വെള്ളം നിറയ്ക്കാൻ പാടുള്ളൂ. അപ്പനോഗറ്റൻ ക്രിസ്പസ് എന്ന അക്വാട്ടിക് പ്ലാന്റിന് സീഡുണ്ട്. അത് വെള്ളത്തിലിട്ടാൽ ഫംഗസ് വരില്ല, മുളച്ചു വരും. നമുക്ക് കിട്ടുന്ന സീഡ്സ് അക്വാട്ടിക് പ്ലാന്റിന്റെ സീഡ് ആണെങ്കിൽ വെള്ളത്തിലിട്ടാൽ ഫംഗസ് വരരുത്, പകരം മുളച്ചു വരണം. അപ്പൊ ഇതൊരു അക്വാട്ടിക് പ്ലാന്റിന്റെ സീഡ് അല്ലേ? നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതൊരു അക്വാട്ടിക് പ്ലാന്റ് അല്ലെങ്കിൽ 21 ദിവസം കഴിഞ്ഞ് നമ്മൾ വെള്ളം നിറയ്ക്കുമ്പോൾ എങ്ങനെയാണ് അണ്ടർ വാട്ടറിൽ ഇത് സർവൈവ് ചെയ്യുന്നത്? ഒരു ഉദാഹരണം പറയാം. പുഴയുടെ അരികിൽ നിൽക്കുന്ന പുൽച്ചെടികളൊക്കെ മഴക്കാലത്ത് വെള്ളം നിറയുമ്പോൾ വെള്ളത്തിനടിയിലായി പോകും. 5-6 മാസങ്ങൾക്കുള്ളിൽ വെള്ളം താന്നു പോകുമ്പോഴും ആ ചെടികൾ അവിടെ ജീവനോടെ ഉണ്ടായിരിക്കും. എല്ലാ ചെടികൾക്കും കാലാവസ്ഥയിലെ വ്യതിയാനങ്ങൾക്കനുസരിച്ച് പരിണമിക്കാനായിട്ടുള്ള കഴിവുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു സംശയം തോന്നാം. നമ്മുടെ ഈ കാർപ്പറ്റിൻ്റെ സീഡ്സ് അണ്ടർ വാട്ടറിൽ വെള്ളം നിറച്ചതിന് ശേഷം അണ്ടർ വാട്ടറിൽ സർവൈവ് ചെയ്യാനായിട്ടുള്ള കഴിവുള്ളതാണെങ്കിൽ ഇതിനെന്താണ് കുഴപ്പമെന്ന്. അണ്ടർ വാട്ടറിൽ ആയി കഴിയുമ്പോൾ ഈ ചെടികൾ കാർപ്പറ്റായിട്ട് ഫോം ചെയ്തിരിക്കുന്ന ആ ഫോമിൽ നിന്നും മാറി മുകളിലേക്ക് വളരാൻ തുടരും. മുകളിലേക്ക് വളരുമ്പോൾ അണ്ടർ വാട്ടർ കാർപ്പറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഹാർഡ്സ്കേപ്പിന് വിപരീതമായി അല്ലെങ്കിൽ യോജിക്കാത്ത രീതിയിൽ എല്ലാം ബാക്ക്ഗ്രൗണ്ട് സ്റ്റെം പ്ലാന്റ്സ് ആയിട്ട് മാറും. അതായിരുന്നോ നമ്മൾ ആഗ്രഹിച്ചിരുന്നത്? ഉയരം കൂടിയ ഒരുപാട് പ്ലാന്റ്സ് വളരുന്നതിന് വേണ്ടിയിട്ടാണോ നമ്മൾ സീഡ് വാങ്ങിച്ചിട്ടത്? അല്ല, നമ്മൾ കാർപ്പറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീഡ് വാങ്ങിച്ചിട്ടത്, അല്ലേ? നിങ്ങൾക്ക് കാർപ്പറ്റിംഗ് ചെയ്യാനാണെങ്കിൽ പ്ലാന്റ്സ് തന്നെ ഉപയോഗിച്ച് ചെയ്യുക. നമുക്കൊരെണ്ണം ചെയ്താലോ? എന്നാൽ നമുക്ക് തുടങ്ങാം. 40 സെന്റിമീറ്റർ നീളമുള്ള ഈ ടാങ്കിന് 23 സെന്റിമീറ്റർ വീതിയും 26 സെന്റിമീറ്റർ ഉയരവുമുണ്ട്. ഇതിലേക്ക് സൺസന്റെ ADS 300C എന്ന ലൈറ്റാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ഇതിൻ്റെ ബോട്ടത്തിൽ നമുക്ക് ബാക്ടീരിയ ആദ്യം തന്നെ ആഡ് ചെയ്യാം. ബാക്ടീരിയ കുടഞ്ഞ് ബോട്ടത്തിലൊക്കെ ഒന്ന് സ്പ്രെഡായിട്ട് ഇട്ടാൽ മതി.
ബാക്ടീരിയയുടെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് മുന്നത്തെ വീഡിയോയിലൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണം ശരിയായ രീതിയിൽ നടക്കാൻ ബാക്ടീരിയയുടെ സാന്നിധ്യം വളരെ അത്യാവശ്യമാണ്. അതിനു മുകളിലായി നമുക്ക് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ADAയുടെ പവർസ് ആൻഡ് ബേസിക് ആണ് സബ്സ്ട്രേറ്റായി ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് സബ്സ്ട്രേറ്റ് പതുക്കെ പുറകിലേക്ക് ഒതുക്കിയിടാം. സബ്സ്ട്രേറ്റിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ അക്വാ സോയിൽ ആഡ് ചെയ്യുന്നത്. കോൺട്രോ സോയിലാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെടികൾക്ക് വേറെ ഇറങ്ങാൻ പാകത്തിന് കുറച്ച് കനത്തിൽ അക്വാ സോയിൽ ഇട്ട് കൊടുക്കുക. ഈ കാർപ്പറ്റ് പ്ലാന്റ് ഫോം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോയിലിൻ്റെ മുകളിൽ നമ്മളിതിൻ്റെ പൗഡർ ഫോമും കൂടി കുറച്ചിട്ട് കൊടുക്കണം. പൗഡർ ഫോം ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അക്വാ സോയിലിനെ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് അതിന് മുകളിൽ കതിരി കൊടുത്താൽ മതി. ഈ കാർപ്പറ്റ് പ്ലാന്റ്സിൻ്റെ വേരുകൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനായിട്ട് ഏറ്റവും നല്ലത് തന്നെ ചെയ്യുന്നത്. നമ്മൾ പൊടിച്ചെടുത്ത അക്വാ സോയിലിൻ്റെ പൊടി അക്വാ സോയിലിൻ്റെ മുകളിലേക്ക് വെതറി കൊടുക്കാം. ഇത് അക്വാ സോയിലിൻ്റെ ഗ്രാന്യൂൾസിൻ്റെ ഇടയിലുള്ള ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയും കാർപ്പറ്റ് പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് ഫാസ്റ്റ് ആക്കുകയും ചെയ്യും. ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. ഇതുപോലെയൊക്കെ തന്നെ ചെയ്താലേ ഞാൻ ഈ കാണിച്ചു തരാൻ പോകുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് പ്ലാന്റ് ചെയ്യാം. ഇതിലുപയോഗിക്കുന്നത് ഹൈഡ്രോകോട്ടിൽ സ്പെഷ്യൽ ഹോണ്ട എന്ന് പറയുന്ന കാർപ്പറ്റ് പ്ലാന്റ് ആണ്. നമുക്ക് പ്ലാന്റ് എടുക്കാൻ പോവാം. ഇതിൽ ഞാൻ ഹൈഡ്രോകോട്ടിൽ സ്പെഷ്യൽ ഹോണ്ട എന്ന കാർപ്പറ്റ് പ്ലാന്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാർപ്പറ്റ് പ്ലാന്റുകളിൽ വെച്ച് താരതമ്യേന സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഈസി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഹൈഡ്രോകോട്ടിൽ സ്പെഷ്യൽ ഹോണ്ട എന്ന് പറയുന്നത്. ഈ ടാങ്ക് ഫുള്ളായി സ്കേപ്പ് ചെയ്യാനായിട്ട് 7 കപ്പ് പ്ലാന്റ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ പ്ലാന്റ്സ് എല്ലാം കപ്പിൽ നിന്നും വേർതിരിച്ചെടുക്കാം. എന്നിട്ട് ഇതിനെ ചെറിയ ചെറിയ ബഞ്ചസ്, ചെറിയ കൂട്ടങ്ങളായിട്ട് തിരിക്കാം. ഓരോ പ്ലാന്റുകൾ വേർതിരിച്ചെടുത്ത് ഒന്നൊന്നായി ഞാർ നടന്ന പോലെ വെക്കുന്നതിന് പകരം ചെറിയ ചെറിയ ബഞ്ചുകളാക്കിയിട്ട്, ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കിയിട്ട് നമുക്ക് ഒരുമിച്ചാണ് ഇത് പ്ലാന്റ് ചെയ്യേണ്ടത്. സാധാരണ കാർപ്പറ്റിംഗ് ചെയ്യുമ്പോൾ ആളുകളൊക്കെ വെള്ളം സോയിലിന് മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്കിവിടെ നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാന്റ്സിൻ്റെ ബോട്ടത്തിൽ നനവുണ്ടായിരിക്കണം, സോയിലൊക്കെ നനവുണ്ടായിരിക്കണം. ഈ സോയിലൊക്കെ മുഴുവനായിട്ട് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് സോയിലൊക്കെ കുതിരുന്നത് വരെ. ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ടുള്ള ചെടികൾ അക്വാ സോയിലിൽ അല്പം താഴ്ത്തി വയ്ക്കുക. കാർപ്പറ്റ് പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്യുമ്പോൾ വേരിനോടുകൂടെ അല്പം തണ്ടും ഇലകളും മണ്ണിനടിയിൽ പോകുന്നുണ്ടെങ്കിൽ പേടിക്കുകയൊന്നും വേണ്ട. പ്ലാന്റിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ലൈറ്റ് വയ്ക്കാം. കാർപ്പറ്റ് ചെയ്തത് വിചാരിച്ചത്ര പോരാ അല്ലേ? എന്നാൽ ഇതൊന്ന് നോക്കിയേ, കൊള്ളാമോ? 60 ദിവസം മുൻപ് ഇതുപോലെ ചെയ്തു വെച്ചതാ. നമ്മൾ ചെയ്ത ടാങ്ക് 2 മാസം കൊണ്ട് ഇതുപോലെ ഫുള്ളി കാർപ്പറ്റ് ആകും. ഇനി വരുന്ന 60 ദിവസം 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 1, പകൽ നേരത്ത് ടാങ്കിന് മുകളിൽ ലൈറ്റ് ഓൺ ചെയ്ത് വെക്കുക. 2, ടാങ്കിലെ ഹ്യൂമിഡിറ്റി നിലനിർത്താൻ വേണ്ടി 2 കഴിയുമെങ്കിൽ 3 നേരം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ടാങ്ക് ഒരുപാട് ചൂട് അനുഭവപ്പെടുന്ന ഭാഗത്ത് വെക്കാതിരിക്കുക. ഇനി നമുക്ക് 60 ദിവസം ഗ്രോത്ത് ഉള്ള ആ ടാങ്കിലൊന്ന് വെള്ളം നിറച്ചാലോ? അതിനു മുമ്പായി എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. വീഡിയോസ് കാണുന്നതിനിടയിൽ ആ ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കുമായി ഞാൻ എൻ്റെ വീഡിയോസ് സമർപ്പിക്കുന്നു. അല്പസമയമെടുത്ത് താഴെ കമൻറ്റ് ബോക്സിൽ പോയി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നവരെ, നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് എൻ്റെ ഓരോ വീഡിയോസും ഞാൻ ചെയ്യുന്നത്. നിങ്ങളാണ് എൻ്റെ സ്ട്രെങ്ത്. ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനായി കാത്തിരിക്കുന്നവരുണ്ട്, ഡിസ്ലൈക്ക് ചെയ്യാൻ മാത്രമായി. ഡിസ്ലൈക്ക് ചെയ്യാനാണെങ്കിൽ കൂടി നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്ത് എനിക്കൊരു വ്യൂ കൗണ്ട് തന്നില്ലേ, നിങ്ങളോട് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ ടാങ്കിൽ വെച്ചിരിക്കുന്നത് മൈക്രാന്തിമം ഉംബ്രോസം അഥവാ മോണ്ടി കാർലോ എന്ന ചെടിയാണ്. ഇത് കുറച്ച് ഹൈ റിക്വയർമെൻറ്റ്സ് ഉള്ള ചെടിയാണ്. പക്ഷേ ഇന്ന് നമ്മൾ സെറ്റ് ചെയ്ത ടാങ്കിൽ
വെച്ച ഹൈഡ്രോകോട്ടൈൽ സ്പെഷ്യൽ ഹോണ്ട എന്ന ചെടി ഇതിൻ്റെ അത്രയും ഡിഫിക്കൽട്ട് അല്ല. ഒരു ബിഗിനർ എന്ന നിലയിൽ നിങ്ങൾ ഹൈഡ്രോകോട്ടൈൽ സ്പെഷ്യൽ ഹോണ്ട ചൂസ് ചെയ്താൽ മതി. അതും ഇതുപോലെ തന്നെ ബോട്ടത്തിൽ കാർപ്പറ്റ് പോലെ സ്പ്രെഡായി നിൽക്കും. ഇലകൾക്ക് ഇതിനേക്കാൾ അല്പം വലുപ്പം കൂടുതൽ ഉണ്ടാകും എന്ന് മാത്രം. ഈ ചെടി അല്പം ഹൈടെക് ആണെന്ന് പറഞ്ഞിരുന്നില്ലേ? ഇതിന് കാർബൺ ഡൈ ഓക്സൈഡ് ഇതുപോലെ കൊടുത്താലേ ഇത് നന്നായി സർവൈവ് ചെയ്യൂ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായി കുറച്ച് ഉയരമുള്ള ചെടികൾ വയ്ക്കുകയാണ്. റോട്ടാല റോട്ടുൻഡിഫോളിയ എന്ന ചെടിയാണ് പ്ലാന്റ് ചെയ്യുന്നത്. കഴിഞ്ഞു. ടാങ്ക് ഈസ് റെഡി. നാളെ ആൽഗ ഈറ്റിംഗ് ഫിഷിനെയും മറ്റു ചില മത്സ്യങ്ങളെയും ആഡ് ചെയ്യും. ശരിയായ രീതിയിൽ കാർപ്പറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടി സീഡ്സ് ആണോ പ്ലാന്റ്സ് ആണോ നല്ലത് എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഞാൻ എൻ്റെ അറിവ് ഷെയർ ചെയ്തു എന്ന് മാത്രം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അവസാനിപ്പിക്കുന്നു. നല്ലൊരു വീഡിയോയോടുകൂടി വീണ്ടും വരാം. അതുവരെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ് ആൻഡ് ലെറ്റ്സ് ബ്രേക്ക് ദ ചെയിൻ.